ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വെറും 2 കാര്യങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഡാർക്ക് ചോക്ലേറ്റ് വേണം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ, കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രഷ് ക്രീം ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആ ചോക്ലേറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ചെറുതായൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നമുക്ക് ആ ചോക്ലേറ്റ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ടൊന്ന് അലിയിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ബൗളിലോട്ട് ഒരു 200 ഗ്രാമോളം വിപ്പിംഗ് ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിരുന്നാലും നമുക്ക് ഇതേ രീതിയിൽ കിട്ടണം. നമ്മൾ ക്രീം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ സിറപ്പുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്പൂണിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ആ ബൗളിലോട്ട് വെക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ചെയ്തതന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ ഒന്ന് കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ കഴിക്കാൻ നേരത്ത് ആ ചോക്ലേറ്റ് ഒന്ന് കടിക്കാനും കിട്ടുമല്ലോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ വഴിക്ക് തന്നെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയ വഴിക്ക് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എന്നാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആ ഒരു ഐസ്ക്രീമിൻ്റെ സെറ്റായി വരുമ്പോഴാണല്ലോ നമുക്ക് അതൊന്ന് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ കളറും ഒക്കെ മാറി വന്നിട്ടുണ്ടല്ലേ. എന്നിരുന്നാലും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.